അങ്ങനെ എം സ്വരാജ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ പത്രികയും നൽകി. തൊട്ടു പിന്നാലെ PV അൻവറിനെ അടഞ്ഞ അധ്യായമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ അധ്യായം UDF അങ്ങ് അടച്ചുകളയുകയും ചെയ്തു. അൻവർ പെരുവഴിയിലായോ എന്നാണ് ഇപ്പോഴത്തെ സംശയം. നിലമ്പൂരുകാർക്ക് സ്വരാജിനെ പുതുതായി പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. നിലമ്പൂരിൻ്റെ സ്വന്തമായ അവിടുത്തെ സ്വരാജിന് മണ്ഡലത്തിലെ മിത്രങ്ങളെ ശത്രുക്കളെയും നന്നായി തിരിച്ചറിയാനുള്ള കഴിവുമുണ്ട്. നിലമ്പൂരിൽ മത്സരം LDFും UDFും തമ്മിലാണ്. പിന്നെയുള്ളത് BJPയുടെ വേണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയ മലയോര പ്രതിനിധി എന്ന് അവകാശപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി. BJPക്ക് ഇപ്പോഴാണ് ഒരു രാഷ്ട്രീയ അവബോധമുണ്ടായത് എന്ന് വേണം കരുതാൻ. സ്വരാജിന് നിലമ്പൂരിൽ എതിരാളി UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിൻ്റെ പോലെ രാഷ്ട്രീയ ശത്രുക്കളൊന്നുമില്ല എന്നതാണ് വസ്തുത. കാരണം ആര്യടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ നൽകിയ ആ സത്യവാങ്മൂലത്തിൽ ഷൗക്കത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന കോടതി വ്യവഹാരങ്ങളും മറ്റ് പരാതികളും എല്ലാം വാദിസ്ഥാനത്ത് സാക്ഷാൽ PV അൻവറാണ്. പിന്നെ ആകാശവാണിയുടെ ഓരോ മണിക്കൂർ ഇടപെട്ടുകൊണ്ടുള്ള വാർത്ത നിലമ്പൂരിൽ PV അൻവറിൻ്റെ വീട്ടിൽ നിന്നുമാണ് ഇപ്പോൾ പ്രക്ഷേപണം ചെയ്യുന്നത് എന്ന് തോന്നും അൻവറിൻ്റെ ആ അടിക്കടിയുള്ള വാർത്താ സമ്മേളനങ്ങൾ കണ്ടാൽ. ഏറ്റവും പുതിയ ആ വീട്ടിൽ നിന്നുള്ള അറിയിപ്പ് അൻവർ ഏതോ പുതിയൊരു കടിച്ചാൽ പൊട്ടാത്ത മുന്നണിയുണ്ടാക്കി അതിൻ്റെ സ്ഥാനാർത്ഥിയായി തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിക്കുന്നു എന്നാണ്. നേരത്തെ തനിക്ക് പണവുമില്ല പദവിയുമില്ല മത്സരിക്കാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പോഴാണ് ചിഹ്നം ശ്രദ്ധിച്ചത് പൂപ്പു, അതായത് പൂവും പുല്ലും. എന്തായാലും മമതാ ബാനർജി തൻ്റെ പാർട്ടി ചിഹ്നത്തിന് പറ്റിയ സ്ഥാനാർത്ഥി തന്നെയാണ് നിലമ്പൂരിൽ കണ്ടെത്തി നൽകിയത്. മമതയുടെ കലിപ്പ് മൊത്തം രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസിനോടുമാണ് ദേശീയ തലത്തിൽ. CPM ഇന്ത്യ സഖ്യത്തിലുണ്ട്. എം സ്വരാജാണ് അവരുടെ സ്ഥാനാർത്ഥി എന്ന് ഒരുപക്ഷെ ബംഗാളിൽ ഇതുവരെ അറിഞ്ഞുപോലും കാണത്തില്ല എന്ന് വേണം കരുതാൻ. എന്തായാലും പൂവും പുല്ലുമായി വോട്ടർമാരെ കാണാനെത്തുന്ന PV അൻവറിൻ്റെ ചിത്രമെന്ന് മനസ്സിൽ കണ്ടു നോക്കി. കൊള്ളാം, ഗംഭീരമായിട്ടുണ്ട്. വോട്ടർമാരെ കാണുമ്പോൾ പൂ കയ്യിൽ തരപ്പെട്ടില്ലെങ്കിലും പറമ്പിൽ നിൽക്കുന്ന പുല്ല് പറിച്ച് പൊക്കി കാണിക്കാമെന്നൊരു ഭാഗ്യം അൻവറിനുണ്ട്. അതുതന്നെ മഹാഭാഗ്യം. VD സതീശനെ രൂക്ഷമായി ആക്രമിച്ച് PV അൻവർ തൻ്റെ പ്രതിദിന വാർത്താ സമ്മേളനം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ തന്നെ ആ അധ്യായം UDF ഇടപെട്ടങ്ങ് അടച്ചു. അൻവർ UDFിനെ സംബന്ധിച്ചിടത്തോളം ഒരു അടഞ്ഞ അധ്യായമായി മാറി. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളുമേ ആലോചിച്ചാണ് UDF ആ തുരങ്കം അങ്ങ് അടച്ചത്. UDF കൺവീനർ അടൂർ പ്രകാശും തൻ്റെ നിലപാട് അൻവറിനെ അടഞ്ഞ അധ്യായമെന്ന് വ്യക്തമാക്കി. അൻവറിൻ്റെ സാമാന്യ മര്യാദ ലംഘിച്ചുകൊണ്ടുള്ള ആ കൂരമ്പ് പോലത്തെ വാക്കുകൾ UDFുമായി സഹകരിച്ചു പോകാൻ താൻ തയ്യാറല്ല എന്നതിൻ്റെ സൂചനയാണെന്ന് ആ യാഥാർത്ഥ്യം UDF ഉൾക്കൊള്ളുന്നുവെന്നാണ് അടൂർ പ്രകാശ് ഗതികെട്ട് പറഞ്ഞത്. UDFിൽ സഹകരിപ്പിക്കാമെന്ന് അൻവറിനോട് മുന്നണി കൺവീനർ നിലയിൽ താൻ തന്നെയാണ് പറഞ്ഞതും സതീശിനെ കൊണ്ട് ആദ്യം പറയിപ്പിച്ചതും. UDFിലെ മുതിർന്ന നേതാക്കളുമായുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞ അഭിപ്രായം എന്ന നിലയ്ക്കാണ് UDFിൻ്റെ ആ തീരുമാനം PV അൻവറിനെ നേരിട്ടല്ല ഫോണിലൂടെ പുതിയ കൺവീനർ അടൂർ പ്രകാശ് അറിയിച്ചത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. സഹകരിക്കണമെന്ന് അടൂർ പ്രകാശ് അൻവറിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ അൻവർ പിന്നീട് പറഞ്ഞതൊക്കെ പിണറായിക്കെതിരെയല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശനും നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിനുമൊക്കെ എതിരായി പോയി. കാരണം ഉള്ളിൽ കിടക്കുന്ന പക തികട്ടി പുറത്തു വരും, അല്ലാതെ അൻവറിന് മറ്റൊരു മാർഗവുമില്ലായിരുന്നു. അതോടെയാണ് UDFിലെ സ്ഥിരം രാഷ്ട്രീയ കാലാവസ്ഥ വിശകലന വിദഗ്ധർ വ്യക്തമാക്കിയത് PV അൻവർ കാറ്റും കോളും മാറുന്നതുപോലെ എന്തും വിളിച്ചു പറയുന്നൊരവസ്ഥയിലാണെന്ന്. അൻവറിനെ UDFിലെടുത്താൽ അൻവറിനെ നിയന്ത്രിക്കാൻ വേണ്ടി മാത്രമൊരു സദാചാര ജംബോ കമ്മിറ്റിയും ഉണ്ടാക്കേണ്ടി വരുമെന്ന്. ഇതോടെയാണ് ആ അൻവർ അധ്യായം UDF അങ്ങ് അടച്ചത്. അൻവറുമായുള്ള ചർച്ചയ്ക്കുള്ള വാതിലടച്ചെന്നും ഇനി ചർച്ചയില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞ ദിവസം തന്നെ അവസാനമായി ലാസ്റ്റ് ബസ് പോലെ വ്യക്തമാക്കിയിരുന്നു. UDFിൻ്റെ അഭിമാനം ചോദ്യം ചെയ്യാൻ അൻവറല്ല, ആര് വന്നാലും അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ സതീശൻ പറഞ്ഞത്. അത്തരത്തിലൊരു ഒത്തീർപ്പ് വേണ്ട. നിലമ്പൂരിൽ മത്സരം LDFും UDFിലും തമ്മിൽ മാത്രമാണെന്ന് ഇപ്പോൾ സതീശൻ പറയുന്നു. തികച്ചും ഒരു രാഷ്ട്രീയ മത്സരമാണ് മണ്ഡലത്തിൽ നടക്കുന്നതെന്നും അതിനെ വ്യക്തിഹത്യയുടെ പേരിലോ വ്യക്തിപരമായി സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരമായോ ഒന്നും കാണേണ്ടതില്ല എന്നാണ് ഇപ്പോൾ VD സതീശൻ്റെ നിലപാട്. എന്തായാലും അൻവർ എന്ന ആ വൻ തുരങ്കം നിലമ്പൂരിൽ UDF ഇടപെട്ടങ്ങ് അടച്ചു. മാസങ്ങൾക്ക് മുമ്പ് ആ തുരങ്കം CPMിലേക്കുള്ള ഇടതുപക്ഷത്തേക്കുള്ള അൻവറിൻ്റെ ആ തുരങ്കം CPMും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ ഇടപെട്ടടച്ചതാണ്. അന്ന്
അൻവറിനൊപ്പമായിരുന്നു ഈ വി ഡി സതീശനും അടൂർ പ്രകാശും അന്നത്തെ UDFിൻ്റെ നേതാക്കളുമൊക്കെ. ഇപ്പോഴിതാ മറുവശത്തെ തുരങ്കം UDFിലേക്കുള്ള അൻവർ കുഴിച്ച ആ തുരങ്കം ഇപ്പോൾ മാസങ്ങൾക്ക് ശേഷം UDF അങ്ങ് അടച്ച് സിമൻറ്റ് പൂശി ഭദ്രമാക്കി വച്ചിരിക്കുന്നു. ഇനി അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ ആസ്ഥാനത്തേക്ക് പുതിയൊരു തുരങ്കം നിർമ്മിക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്.